ഓപ്പൺ വർക്ക് പെർമിറ്റ് നയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുകയാണ് കാനഡ. ജനുവരി 21 മുതലാണ് സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് നയങ്ങളിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഈ മാറ്റങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ പുതിയ അവസരങ്ങൾ ഒരുക്കുന്നുണ്ട്. എങ്കിലും ഈ അവസരങ്ങൾ നിർദ്ദിഷ്ട പഠന പ്രോഗ്രാമുകൾക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ കാനഡയിൽ എത്തിയവർക്കും മാത്രമേ ലഭ്യമാകൂ. ഇത് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് നൽകുന്നത്. IRCC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്പൗസൽ വിസയ്ക്ക് അപേക്ഷിക്കാം. PhD പ്രോഗ്രാമുകൾ, മാസ്റ്റേഴ്സ് ഡിഗ്രി പ്രോഗ്രാമുകൾ കുറഞ്ഞത് 16 മാസത്തെ കാലാവധിയുള്ളത്, കൂടാതെ ഡോക്ടർ ഓഫ് ഡെന്റൽ സർജറി, ബാച്ചിലർ ഓഫ് ലോ, ഫാർമസി തുടങ്ങിയ പ്രൊഫഷണൽ കോഴ്സുകൾ പോലുള്ള യോഗ്യതയുള്ള ചില അക്കാദമിക് പ്രോഗ്രാമുകളിൽ എൻറോൾ ചെയ്യുന്നത് ഈ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടും. ഡോക്ടർ ഓഫ് വെറ്റിനറി മെഡിസിൻ, ഡോക്ടർ ഓഫ് മെഡിസിൻ, ബാച്ചിലർ ഓഫ് നഴ്സിംഗ്, ബാച്ചിലർ ഓഫ് എഞ്ചിനീയറിംഗ്, ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി, BSc ഫാർമസി, ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നീ കോഴ്സുകൾ പഠിക്കുന്നവർക്കും സ്പൗസൽ വിസയ്ക്ക് അപേക്ഷിക്കാം. ഈ പ്രോഗ്രാമുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ പങ്കാളികൾക്ക് ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാനുള്ള അവസരങ്ങളും കാനഡ ഒരുക്കുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പഠന കാലയളവിൽ മുഴുവൻ സമയവും ജോലി ചെയ്യാൻ പങ്കാളികൾക്ക് ഇതിലൂടെ സാധിക്കും. IRCC കഴിഞ്ഞയാഴ്ച അവതരിപ്പിച്ച മാറ്റങ്ങളോടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷയ്ക്കൊപ്പം സ്പൗസൽ ഓപ്പൺ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാം. വിദ്യാർത്ഥി ഇതിനകം കാനഡയിൽ സ്റ്റഡി പെർമിറ്റിലും അവരുടെ പങ്കാളി വർക്ക് പെർമിറ്റിലുമാണെങ്കിൽ മറ്റു പ്രശ്നങ്ങളില്ലെന്നും പഠന കാലയളവിന് മുൻപ് വർക്ക് പെർമിറ്റിന്റെ കാലാവധി അവസാനിക്കുമെങ്കിൽ ഇത് പുതുക്കാൻ സാധിക്കുമെന്നും കനേഡിയൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. എന്നാൽ വിദ്യാർത്ഥി തന്റെ കോഴ്സിന്റെ അവസാന സെമസ്റ്ററിലാണെങ്കിൽ ഓപ്പൺ വർക്ക് പെർമിറ്റ് നീട്ടാൻ സാധിക്കുകയില്ലെന്നും ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു വിദ്യാർത്ഥി കാനഡയിൽ പഠനം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ബിരുദ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കാൻ അർഹതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും. ഇത് ബിരുദധാരികളെ അവരുടെ പ്രോഗ്രാമിന്റെ ദൈർഘ്യം അനുസരിച്ച് 3 വർഷം വരെ കാനഡയിൽ ജോലി ചെയ്യാൻ അവസരമൊരുക്കുന്നു. ഒരു വിദ്യാർത്ഥി ഒരു സ്റ്റഡി പെർമിറ്റിൽ നിന്ന് പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് വിസയിലേക്ക് മാറുകയാണെങ്കിൽ അവരുടെ അപേക്ഷ ഒരു പുതിയ ഫയലായി ആയിരിക്കും കണക്കാക്കുക. ഇതിനർത്ഥം പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു വർക്ക് പെർമിറ്റിന് അപേക്ഷിച്ചാൽ അത് നിങ്ങളുടെ മുൻ സ്റ്റഡി പെർമിറ്റിൽ നിന്ന് പ്രത്യേകമായി പ്രോസസ് ചെയ്യപ്പെടും. പഠനത്തിന് ശേഷം കാനഡയിൽ താമസിക്കാനും ജോലി ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് ഈ മാറ്റം ഒരു നിർണായകമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. എന്നാൽ IRCC നിശ്ചയിച്ചിട്ടുള്ള യോഗ്യതയില്ലാത്ത വിദ്യാർത്ഥികൾക്ക് അവരുടെ പങ്കാളിക്ക് മറ്റു ചില ഓപ്ഷനുകൾ കാനഡ നൽകുന്നുണ്ട്. പങ്കാളിക്ക് പഠന പെർമിറ്റിനോ സന്ദർശക വിസയ്ക്കോ വേണ്ടി പ്രത്യേകം അപേക്ഷിക്കാം. കാനഡയിലെ ജീവിത ചെലവ് വഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുന്ന സാമ്പത്തിക തെളിവ് ഇതിനു വേണ്ടി ഹാജരാക്കണം. പങ്കാളിക്ക് സന്ദർശക വിസ ലഭിക്കുകയാണെങ്കിൽ അവർക്ക് ഒരു നിശ്ചിത കാലയളവിലേക്ക് മാത്രമേ താമസിക്കാൻ അനുവാദമുണ്ടായിരിക്കുകയുള്ളൂ. അതിനുശേഷം അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങേണ്ടി വരും.